ഹലോ, ഇന്ന് എല്ലാവർക്കും രാഡൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇതാ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ സ്റ്റൂ ആണ്. അതിന്റെ കൂടെ ഇന്ന് അമ്മ ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കിയിരിക്കുന്നത് വെള്ളയപ്പമാണ്. നല്ല കള്ളൊക്കെ ഒഴിച്ച വെള്ളയപ്പം. അപ്പം ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, എല്ലാ വീടുകളിലും എന്തുണ്ടാക്കണമെന്ന് ചിന്തിച്ച് നടക്കുമായിരിക്കും. അപ്പോൾ ഇനിയും ഒരു ദിവസം രാവിലെ എല്ലാവരും ചിക്കൻ സ്റ്റൂ ആക്കിക്കോ കേട്ടോ. അപ്പൊ റെസിപ്പി അമ്മ തരുന്നുണ്ടേ. ഇനിയും പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ഇന്ന് ക്രിസ്മസ് ഒക്കെ ആയി വരുമല്ലേ, അപ്പൊ അമ്മ വിചാരിച്ചു ഇന്നൊരു ചിക്കൻ സ്റ്റൂ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന്. ഇപ്പം ചിക്കൻ സ്റ്റൂവിന് ആവശ്യമായ സാധനങ്ങൾ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ 250 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സവോള, ചെറുള്ളി അരിഞ്ഞതുണ്ട്. പിന്നെ പച്ചമുളക് നെടുകെ കീറി എടുത്തിട്ടുണ്ട് 6-7 പിന്നെ കുറച്ച് വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത്, ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞത്, പിന്നെ 2 കിഴങ്ങും എടുത്തിട്ടുണ്ട്. അതും ഇങ്ങനെ ചതുരക്കണക്കിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണെങ്കിൽ പാൻ ചൂടായി പാനിലേക്ക് ഒഴിക്കുകയാണ്. 2-3 സ്പൂണ് വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി നമുക്കിനി കടുകിടാം. നാല് ഗ്രാമ്പും കറുവപ്പട്ടയും ഇടണം. രണ്ട് സവാള അരിഞ്ഞു വെച്ചത് അതിടാം. നമുക്ക് അതിനകത്തോട്ട് അഞ്ച് പച്ചമുളക് ഇട്ടു. നമുക്ക് ഇച്ചിരി ഇഞ്ചി ഇടാം, വെളുത്തുള്ളി ഇടാം, ഉരുളക്കിഴങ്ങ് ഇപ്പം ഇടണ്ട. ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. വഴറ്റുമ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചുമന്ന കളർ ആവുന്നത് വരെ വഴറ്റിയാൽ മതി. ഒരുപാട് ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വഴറ്റേണ്ട ആവശ്യമില്ല. നമ്മുടെ കറിയുടെ നിറം മാറിപ്പോകും. ഒരു ചുമന്ന് വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. കരിയാപ്പില ഇടാം. അമ്മ ഇതിനകത്തോട്ട് 2 കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞതിട്ടു. ചിക്കൻ ഇതിനകത്തോട്ട് ഇടാം. ഇവിടെ നമ്മൾ കിഴങ്ങ് പച്ചക്ക് ഇട്ട് വേവിക്കുകയാണ് ചിക്കനോടൊപ്പം തന്നെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് വേവിച്ച് ഒരു അവസാനം ആവുമ്പോഴും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അത് ചെയ്യാം. പൊടി ഇട്ട് കഴിഞ്ഞ് നമ്മൾ 2ാം പാല് അമ്മ വെച്ചിട്ടുണ്ട്, അത് ഒഴിക്കുക. തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുത്തു. ഇനി ഈ പാലിൽ കിടന്നാണ് ഈ ചിക്കൻ വേണ്ടത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. അവിടെ ഇരുന്നൊന്ന് വേകട്ടത്. ഇനിയും കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സ്റ്റൂവിന് വളരെ നല്ലതാണ്. നല്ല കാണാനും ഭംഗിയായിരിക്കും, കൊഴുപ്പൊക്കെ കിട്ടും, നല്ല രുചിയും ആയിരിക്കും. ഇത് ചിലവര് ഇത് വെള്ളത്തിൽ ഇട്ട് കുതിർത്തിട്ട് അരച്ചും ചേർക്കാറുണ്ട്. ഇപ്പൊ അമ്മ മുഴുവനെ അങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. കുരുമുളക് പൊടി 2 സ്പൂണിനിട്ടു.
മസാലപ്പൊടി എല്ലാം കൂടെ പൊടിച്ചു വെച്ചേക്കുന്നതാ. അതേലും കൂടി ഇച്ചിരി ഇടാം. ഇനി 1 പാല് ചേർക്കാം. ഇതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി അധികം തിളയ്ക്കണ്ട, നമുക്ക് ഇനി തീ ഓഫ് ചെയ്തേ വെക്കാം. ഇന്ന് സ്റ്റൂ കറിയുടെ കൂടെ ഇവിടെ വെള്ളയപ്പമാണ്. നമുക്ക് വെള്ളയപ്പവും ചുട്ടെടുത്തിട്ട് കാണിക്കാം. ചിക്കൻ കറി, നമ്മുടെ ചിക്കൻ സ്റ്റൂ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നിങ്ങളുടെ ഗസ്റ്റിനും ഇഷ്ടപ്പെടും. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഞങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റായിട്ട് അറിയിക്കണമേ. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.